മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒരുപാടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി വളരെ പവർഫുള്ളും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള പെട്ടെന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഹോപ്പനോപ്പനോ പ്രയർ. ഈ വേർഡിൻ്റെ അർത്ഥം തന്നെ ടു കറക്റ്റ്, ടു ക്ലിയർ എന്നൊക്കെയാണ്. ഇത് വളരെ പഴയൊരു ഏൻഷ്യൻ ടെക്നിക്കാണ്. പക്ഷെ പിന്നീട് ഇതിൽ ഒരുപാട് സ്റ്റഡീസും മോഡിഫിക്കേഷൻസും ഒക്കെ നടന്നിട്ടുണ്ട്. സീറോ ലിമിറ്റ് എന്ന ബുക്കിൽ ഡോക്ടർ ഹ്യൂലൻ എന്ന സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്തൊരു രീതി പറയുന്നുണ്ട്. ക്രിമിനൽസായ കുറേ സൈക്യാട്രിക് പേഷ്യൻസിൻ്റെ ഇൻചാർജ് ഇദ്ദേഹത്തിന് ലഭിക്കുകയാണ്. വിതിൻ 1 ഇയർ ഈ എല്ലാ പേഷ്യൻസും അവിടെ നിന്ന് ഡിസ്ചാർജായി പോയി എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തോട് ഇതെങ്ങനെയാണ് ക്യൂർ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ആൾ ഓരോ പേഷ്യൻസിൻ്റെയും ഫയൽസ് എടുത്ത് അവർക്ക് വേണ്ടി ഹോപ്പനോപ്പോനോ പ്രയർ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ്, അവരെ നേരിട്ട് പോലും കാണാതെയാണ് ഓരോ പേഷ്യൻസിനെയും ക്യൂർ ചെയ്തത്. 108 തവണയാണ് ഈ പ്രയർ ചൊല്ലേണ്ടത്. അതും നമ്മുടെ ഫുൾ കോൺസെൻട്രേഷനിൽ ഇമോഷൻസോട് കൂടി വേണം പ്രാർത്ഥിക്കാൻ. അതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് 21 ടൈംസ് എ ഡേ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പതിയെ പതിയെ അതിൻ്റെ കൗണ്ട് കൂട്ടാവുന്നതാണ്. നമ്മുടെ ലൈഫിലെ ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാനും നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഒരു പരിചയക്കാരൻ്റെ എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിന് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായിരുന്നു. ഒരുപാട് ലേറ്റായിട്ടാണ് ഈ ഫ്രണ്ട് ഇതിനെപ്പറ്റി അറിയുന്നത്. ഭർത്താവ് ആ പുതിയ ബന്ധത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു. ഈ ഫ്രണ്ടാണെങ്കിൽ വളരെ ഡിപ്രഷനിലോട്ട് പോയി. കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആൾക്കാണെങ്കിൽ ഹസ്ബൻഡിനെ തിരിച്ചു വേണമെന്നായിരുന്നു. സോ ആൾ കുറേ ഡിപ്രഷനിലൂടെ കടന്നുപോയി, കുറേ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു. പിന്നെയാണ് ഫൈനലി ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത് കേട്ട് അറിഞ്ഞ് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നത്. അങ്ങനെ ഷീ പ്രാക്ടീസ്ഡ് ഹോപ്പനോപ്പോനോ ആൻഡ് ഇപ്പോൾ ആളുടെ ഹസ്ബൻഡ് തിരിച്ചു വന്ന് അവരൊരുമിച്ച് വളരെ ഹാപ്പി ആയിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് സോ മച്ച് പോസിറ്റീവ് നൗ. ആൾക്ക് ഭയങ്കര ട്രമൻഡസ് ആയിട്ടുള്ള ചേഞ്ചാണ് വന്നിട്ടുള്ളത്. ഇനി ഹോപ്പനോപ്പോനോ പ്രയറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകാം. 4 ഫ്രേസസ് ആണല്ലോ ഇതിലുള്ളത്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ സോറി നമ്മൾ പറയുന്നത് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ഒരാളിനോടല്ല, നമ്മൾ യൂണിവേഴ്സിനോട്, ഡിവൈനോട്, ദൈവത്തോടാണ് നമ്മൾ സോറി പറയുന്നത്. പലപ്പോഴും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങളും മണി ബ്ലോക്സൊക്കെ നമ്മളുടെ ചിന്തകളുടെയോ നമ്മൾ പല കാര്യങ്ങളും അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ ആവാം. സോ നമ്മൾ ഫസ്റ്റ് തന്നെ യൂണിവേഴ്സിൽ നമ്മളെ തന്നെ കംപ്ലീറ്റായിട്ട് സറണ്ടർ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ സോറി, ഐ എം സോറി ഫോർ നോട്ട് ബീയിങ് അവെയർ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, പ്ലീസ് ഫോർഗീവ് മീ. നമ്മുടെ പ്രശ്നങ്ങളുടെ 100% റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുത്ത് നമ്മൾ സോറി പറയണം. താങ്ക് യു ഫോർ ഫോർഗീവിങ്, എന്നോട് ക്ഷമിച്ചതിന് നന്ദി, ഐ ലവ് യു യൂണിവേഴ്സ്. ഇനി ഇത് എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യണം? ചിലർക്ക് 3, ചിലർക്ക് 7 ഡേയ്സ്, ചിലർക്ക് 21 ഡേയ്സ് ഒക്കെ എടുത്തിട്ടാണ് അവരുടെ മാനിഫെസ്റ്റേഷൻ സക്സസ് ആവാറ്. ഇത് നമ്മുടെ എനർജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് പെട്ടെന്ന് നടക്കും, ചിലരുടെ ഓറ, ഇന്നർ എനർജി ഭയങ്കര ഹൈ ആയിരിക്കും. സോ ഇത് നമുക്ക് എപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ്ലി പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യണം അതുവരെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഏത് ടൈം വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു നെഗറ്റീവ് സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഉള്ളിൽ ഇത് ചാൻറ്റ് ചെയ്തുകൊണ്ടിരുന്നോളൂ. ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യും. നിങ്ങൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായ പോലെ തോന്നും. നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ളിൽ ഫീൽ ചെയ്യും. നിങ്ങളിത് ചാൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫുൾ ഫീലിങ്സോട് കൂടി ഇത് പ്രാർത്ഥിക്കാൻ നോക്കുക. ഹോപ്പനോപ്പോന തന്നെ അഡ്വാൻസ്ഡ് ഹോപ്പനോപ്പോന ഉണ്ട്. നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാം. നിങ്ങളൊരു ഹോപ്പും ഇല്ലാത്ത സിറ്റുവേഷനിലാണെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ ഇനി ഒരു വഴിയും കാണുന്നില്ലെങ്കിൽ നിങ്ങളിതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് കൊണ്ടുവന്നിട്ടുള്ളൊരു ടെക്നിക്കാണിത്. നിങ്ങൾക്കും എന്തെങ്കിലും ലൈഫിലൊരു കുഞ്ഞ് ഹാപ്പിനെസ് കിട്ടുകയാണെങ്കിൽ ഞാൻ വളരെ താങ്ക്ഫുള്ളായിരിക്കും യൂണിവേഴ്സിനോട്. സോ പ്ലീസ് ഡു പ്രാക്ടീസ്.